സത്യവും ജീവനും മാർഗവുമായ നിൻ, സത്യവും ജീവനും മാർഗവുമായ നിൻ പക്ഷമായി നിൽക്കുന്നോർ ലജ്ജിതരാകുമോ? പക്ഷമായി നിൽക്കുന്നോർ ലജ്ജിതരാകുമോ? ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിച്ചാലും, ഏശാവ് യാക്കോബിൻ്റെ സഹോദരനല്ലയോ? എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. കഴിഞ്ഞ ആഴ്ചയിൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യമാണ് നാം ചിന്തിച്ചത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. തള്ളിക്കളയാത്ത സ്നേഹം, നീങ്ങിപ്പോകാത്ത സ്നേഹം, മറന്നുകളയാത്ത സ്നേഹം, ഉപേക്ഷിച്ച് കളയാത്ത സ്നേഹം, ഒരു നാളും കൈവിടാത്ത സ്നേഹം, നിത്യമായ സ്നേഹം, അവർണ്ണനീയമായ സ്നേഹം. ആ സ്നേഹമാണ് ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും ഉയരവും ആർക്കും ഗ്രഹിക്കുവാൻ കഴിയാത്ത വിധം വലിപ്പമേറിയതെന്ന് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ നമ്മെ ബോധിപ്പിക്കുകയാണ്. പൗലോസിൻ്റെ ആ പ്രബോധനത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴം അതെത്ര വലുതാണെന്ന് നമുക്കാർക്കും ഗ്രഹിക്കാൻ പോലും കഴിയാത്ത വിധം അപ്രമേയമാണ്. ആകയാൽ ആ ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കി, എൻ്റെ ദൈവമേ, നീ എന്നെ സ്നേഹിച്ചതിൽ ഞാൻ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തോട് നന്ദി കരയേറ്റുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യാം. നാം നന്ദിയുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ കാര്യം എന്നുള്ളതിന് സംശയമില്ല. ഇവിടെ ഒരു കാര്യം, ദൈവം ഇസ്രായേലിനെ എങ്ങനെയാണ് സ്നേഹിച്ചത് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താ അതിന് കാരണം എന്ന് ചോദിച്ചാൽ, യാതൊരു പരിഭ്രമവും യാതൊരു കുറ്റബോധവുമില്ലാതെ ഇസ്രായേൽ ദൈവത്തോട് ചോദിക്കുന്നു, നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന്. ആ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയുക എന്നുള്ളത് ദൈവത്തിൻ്റെ കടപ്പാടാണ്, ഉത്തരവാദിത്തമാണ്. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരമുണ്ട് എന്നുള്ളതാണ്. നീതിമാനായ ദൈവം, സത്യസന്ധനായ ദൈവം ഇസ്രായേലിൻ്റെ ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്നതാണ് താഴോട്ടുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. പ്രിയ സഹോദര സഹോദരി, ദൈവസന്നിധിയിൽ താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്ന് വിചാരിക്കരുത്. നിശ്ചയമായിട്ടും ദൈവം ഉത്തരം നൽകിയിരിക്കും. കാരണം ചോദ്യം ദൈവത്തോടാണ് താങ്കൾ ചോദിച്ചത്. ഉത്തരമില്ലാത്ത ഒരു ചോദ്യവും ലോകത്തിലില്ല. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരമുണ്ട്. ഇവിടെ ഇസ്രായേൽ ദൈവത്തോടാണ് ചോദിച്ചത്. അവരെ സ്നേഹിച്ച, അവരെ സംരക്ഷിച്ച ദൈവത്തിന് അത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വളരെ ഈസി ആയിരുന്നു എന്നുള്ളതാണ്. എന്താണ് ഇവിടെ ദൈവം പറയുന്നത്? നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്താ ദൈവം പറയുന്നത്? ഏശാവ് യാക്കോബിൻ്റെ സഹോദരനല്ലയോ? അവർ രണ്ടും
സഹോദരന്മാരാണ്. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഏശാവിനെ തള്ളിയിട്ടാണ് ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തത് എന്നിവിടെ പറയുക. ഇരട്ട പിറന്ന ഈ രണ്ടുപേരിൽ ഒരുവനെ ദൈവം തള്ളി. രണ്ടും സഹോദരങ്ങളല്ലയോ? അതെ. ഒരപ്പൻ്റെ അമ്മയുടെ മക്കളല്ലയോ? അതെ. ഒരു വയറ്റിൽ ഒന്നിച്ച് വളർന്നവരല്ലയോ? അതും ശരിയാ. പക്ഷേ എങ്കിലും അതിലൊരുവനെ തള്ളി വേറൊരുവനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഒരുവനെ തള്ളി ഒരുവനെ തിരഞ്ഞെടുത്തു. യേശാവിനെ തള്ളിയിട്ട് ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ദൈവം ഇക്കാര്യം ഈ ജനത്തോട് പറയുന്നത് ഏകദേശം 1500 വർഷങ്ങൾക്ക് ശേഷമാണെന്നുള്ളതാണ് അതിൻ്റെ കാര്യം. നീണ്ട 1500 വർഷങ്ങൾ ഇസ്രായേലിനോട് ദൈവം ഇത് പറഞ്ഞില്ല. ഇസ്രായേലിനോട് ദൈവം അത് സൂചിപ്പിച്ചില്ല. എന്നാൽ നീണ്ട 1500 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ പറയുകയാണ്, ഇസ്രായേലിനോട് പറയുക. എന്താ പറയുന്നത്? നിന്റെ സഹോദരനായ ഏശാവിനെ തള്ളിയിട്ട് യാക്കോബേ, അല്ലേ ഇസ്രായേലേ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു എന്ന് നീ അറിയണം. ദൈവം പറയുക. ഇസ്രായേൽ ചോദിച്ച ചോദ്യം അത്ര ഭീകരമായ ചോദ്യം. എന്താ? നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന്. ഒന്നാമത്തെ കാര്യം ദൈവം അവരോട് പറയുന്നത് ഇതാണ്: നിനക്ക് ഒരു യോഗ്യതയുണ്ടായതുകൊണ്ടല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. നീ മിടുക്കനായതുകൊണ്ടല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. ഏശാവിനെ മാറ്റി നിർത്തിയിട്ട് അല്ലയോ യാക്കോബേ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് നിൻ്റെ മിടുക്കല്ല, പിന്നെയോ എൻ്റെ തിരഞ്ഞെടുപ്പാണ് എന്നുള്ളത്. എൻ്റെ തിരഞ്ഞെടുപ്പാണ്, അതെൻ്റെ ഇഷ്ടമാണ്. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങൾ നാം താഴോട്ട് വായിച്ചാൽ, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ വായിക്കുന്ന യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു. ആകയാൽ നാം എന്തു പറയേണ്ടു? ദൈവത്തിൻ്റെ പക്കൽ അനീതി ഉണ്ടോ? ഒരു നാളുമില്ല. എന്താ കാരണം? എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. മോശയോട് ദൈവം പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ. എന്താ? എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് ഞാൻ കരുണ കാണിക്കുകയും കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കനിവുമാണ് ഇസ്രായേലേ നിന്നോട് ഞാൻ കാണിച്ചത് എന്ന് ദൈവം പറയുക. ഈ യാക്കോബിനോടുള്ള ബന്ധത്തിൽ ദൈവം കരുണയും കനിവും കാണിച്ചു. യാക്കോബിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ചുറ്റും എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാണ് ജീവിക്കുന്നത്. ഈ കോടിക്കണക്കിന് ജനത്തിൻ്റെ മധ്യേ നിന്ന് എന്നെയും താങ്കളെയും ദൈവം വിശേഷാൽ തിരഞ്ഞെടുത്തു, വിളിച്ചു, വേർതിരിച്ചു, രക്ഷിച്ചു എന്നുള്ളത് നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടല്ല എന്നുള്ളത് ഇന്ന് രാവിലെ നാം ഓർക്കുന്നത് ഏറെ നന്ന്. നമ്മുടെ ഭാരതത്തിൽ തന്നെ ഏകദേശം 143 കോടി മനുഷ്യരുണ്ട്. ഈ 143 കോടി മനുഷ്യരുടെ മധ്യേ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു എന്ന് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എത്രയോ ആനന്ദവും എത്രയോ സന്തോഷവുമാണ് ഉണ്ടാകുന്നത്. എൻ്റെ ദൈവത്തിന് എന്നെ തിരഞ്ഞെടുക്കാൻ പ്രസാദം തോന്നിയല്ലോ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഈ ചിന്തയാണ് നിറയേണ്ടത്.
ദൈവം എന്നെ തിരഞ്ഞെടുത്തു. എൻ്റെ അയൽവക്കത്തുള്ള ആളെ തള്ളിയിട്ട്, എൻ്റെ ദേശത്തിലെ മിടുക്കന്മാരായ ആളുകളെ തള്ളിയിട്ട്, എന്നേക്കാൾ കഴിവും പ്രാപ്തിയും ഉള്ളവരെ തള്ളിയിട്ട്, നേതാക്കന്മാരെ തള്ളിയിട്ട്, പണക്കാരെ മാറ്റി നിർത്തിയിട്ട്, പണ്ഡിതന്മാരെയും ജ്ഞാനികളെയും എല്ലാം മാറ്റി നിർത്തിയിട്ട്, എന്നേക്കാൾ കഴിവും പ്രാപ്തിയുള്ള സകല മിടുക്കന്മാരെയും തള്ളി സ്വർഗത്തിലെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിക്കുമ്പോൾ, സ്തോത്രം, എൻ്റെ കർത്താവിനോട് എനിക്ക് ആരാധന അങ്ങ് വർദ്ധിച്ചു വരിക, എൻ്റെ ഉള്ളിൽ സ്നേഹം വർദ്ധിച്ചു വരിക. കാരണം എൻ്റെ മിടുക്ക് കൊണ്ടോ, കഴിവ് കൊണ്ടോ, വിദ്യാഭ്യാസം കൊണ്ടോ, പണം കൊണ്ടോ, സ്വാധീനം കൊണ്ടോ, എൻ്റെ ശക്തി കൊണ്ടോ, ബുദ്ധി കൊണ്ടോ ഒന്നുമല്ല, എൻ്റെ കളർ കൊണ്ടുമല്ല. പിന്നെയോ എനിക്കൊരു കുടുംബ മഹിമ പറയാനില്ല. ദൈവം മുമ്പാകെ വെച്ച് നീ എൻ്റെ ഈ കാരണം കൊണ്ട് എന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയുവാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ആകപ്പാട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സമ്പാദ്യമെന്ന് പറഞ്ഞ് എനിക്ക് എടുത്തു കാണിക്കാൻ ഉണ്ടായിരുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ വലിയ ഭാരം മാത്രം. ആ ഭാരമാണ് ദൈവം നീക്കിക്കളഞ്ഞിട്ട് എന്നെ വീണ്ടെടുത്തതെന്ന് ഓർക്കുമ്പോൾ ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാനായിട്ട് കഴിയും? എങ്ങനെ ദൈവത്തോട് ഞാൻ പരിഭവം പറയും? ഞാൻ എങ്ങനെ എൻ്റെ വായ് തുറന്ന് നീ എന്നെ ഏതിനാൽ സ്നേഹിച്ചു എന്ന് പറയും? പ്രിയ സഹോദര സഹോദരി, താങ്കളെ ദൈവം സ്നേഹിച്ചിരിക്കുന്നു എന്നുള്ളത് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാനും സ്തുതിപ്പാനും നന്ദി പറയാനും ദൈവമുമ്പാകെ ഹൃദയങ്ങളെ താഴ്ത്തി ദൈവത്തിന് നന്ദി കരേറ്റി ജീവിക്കാനും കാരണമായി തീരട്ടെ. അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ.